നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിൽ ശുക്രനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഗുരുഭാർഗവ സംയോഗ ദിവ്യതാരോ മഹാദനി എന്ന് പറയുന്ന യോഗമുള്ള കാരണം നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും നല്ല ധനാഭിവൃദ്ധിക്കും യോഗമുണ്ട്. എന്നാലും വ്യാഴപ്പഴമുള്ള കാരണം കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ലഗ്നത്തിൽ കണ്ടകശനിയുടെ ദോഷം ചെയ്ത് ഏഴശനിയാണ്, അതിൽ തന്നെ കണ്ടകശനിയുടെ ദോഷം ചെയ്തിട്ട് ജന്മത്തിൽ ശനി നിൽക്കുന്നത് കാരണമുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ആക്റ്റീവായിട്ട് ചെയ്താലും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഫലം കിട്ടേണ്ട സമയത്ത് മുടക്കം വരുന്ന ഒരവസ്ഥയാണ്. വിത്തക്ഷയം, പ്രവാസം, ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കേണ്ട അവസ്ഥ വരിക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളൊക്കെ ശനി കണ്ടകശനിക്കും ഏഴശനിക്കും ഉള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്താലേ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരികയുള്ളൂ. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ ഭാഗ്യാധിപതി ബലവാനായതുകൊണ്ട് നല്ല ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രബലമായിട്ടുള്ള ശത്രുദോഷമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ദോഷം. അതുകൊണ്ടാണ് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഗുണം അനുഭവിക്കാൻ യോഗമുള്ളപ്പോഴും പൂർണ്ണമായിട്ട് ആ യോഗം പറയാൻ പറ്റാത്ത കാരണം ബാധകാധിപതിയായിരിക്കുന്ന 7-ാം ഭാവാധിപതി ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ട് ലഗ്നത്തിൻ്റെ 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവാധിപത്യം കൂടി വഹിച്ചിട്ട് 12-ൽ അതിൻ്റെ 4-ാം ഭാവത്തിൻ്റെ 12 ദുരിതത്തിൽ ബുധൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളെ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് അപ്രിയമായിട്ടുള്ള സംഭാഷണം, ശത്രുത മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള വിഷയങ്ങൾ, മാനസികമായിട്ട് അകൽച്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഉണ്ടാകുന്നല്ല, ഇതിലെന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ സഹായികളായിരിക്കുന്ന വ്യക്തികൾ വന്നിട്ടുള്ള ശത്രുദോഷം അനുഭവിക്കുക, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അത്ര പ്രിയമല്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇവിടെ ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. ശത്രുസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ശത്രുദോഷം കുറച്ച് സ്ട്രോങ് ആണ്. അതേപോലെ 12 ദുരിതത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരിക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. പിന്നെ പൊതുവെ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ഒരു നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾ കാരണം കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സ്വസ്ഥത കുറയുകയും അതുകൊണ്ട് നിരാശ വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മീനൻ രാശിയിൽ നിൽക്കുന്ന ലഗ്നാധിപതിയ ശനി ആയത് കാരണമുണ്ട് എന്താ പറയുക, ഒരു കാര്യത്തിന് ഉന്മേഷമില്ലാതെ ഇരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ, വീട് വിട്ട് നിൽക്കാൻ വരെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിപുണായോഗം ചെയ്താണ് ആദ്യത്തിന് ബുധന് നിൽക്കുന്നത്, ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ശത്രുദോഷവും ബാധകാധിപത്യം കൂടി ഉള്ളത് കാരണം ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, അഘോര പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ ഭദ്രകാളിക്ക് ഗുരുതി പുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ തടസ്സമില്ലാതെ അനുകൂലമായിട്ട് ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.